ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര മഴയാട്ടോ. പക്ഷേ നല്ല രസമുണ്ട്, ക്ലൈമറ്റൊക്കെ നല്ല തണുത്ത്. കാണിച്ചു തരാം. ലക്കിന്നുണ്ട് ഭയങ്കര വെള്ളത്തിൽ കളി. വേണ്ടേ, വെള്ളത്തിൽ കുളിക്കുക രണ്ടാളും. അവർ മഴ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടൻ രാവിലെ ഒരു സ്ഥലത്തോട്ട് പോകാനിറങ്ങിയതാണ്. ഇപ്പോഴാന്നേ കുറച്ച് മഴയും തോർന്നിരിപ്പുണ്ട് കേട്ടോ. രാവിലെ ആന്നേ പെരും മഴയായിരുന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മഴ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുക. ആദ്യമൊക്കെ മഴ നല്ല രസമായിരുന്നു. ഇപ്പോഴാന്നേ മുറ്റത്തിറങ്ങി ഒരു ചെടി നടാനോ ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കാനോ പോലും പറ്റാതിരിക്കുക കേട്ടോ. പെയിൻറ്റും ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുക. മഴ കാരണം ഇപ്പോൾ ഒരു പണിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്തെങ്കിലും പണി മുറ്റത്തിറങ്ങി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യും. പിന്നെ അപ്പം തന്നെ അത് നിർത്തി വെച്ചിട്ട് അകത്ത് കയറും. ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഒരു സംശയം. ഇപ്പോഴാന്നേ മിക്ക ദിവസവും ഹോസ്പിറ്റലിലും പോകുന്നുണ്ട് കേട്ടോ. മോനെ പൂച്ച കടിച്ച കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെ ഇഞ്ചക്ഷനും പിന്നെ ഏട്ടൻ്റെ കാലിൻ്റെ മുഴയും പിന്നെ നന്ദയ്ക്ക് പനിയും. ഇപ്പം മിക്ക ദിവസവും ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസങ്ങളിപ്പോൾ ചുരുക്കമാണ്. ഏട്ടൻ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമത്തിലാണ് ലക്കി നിൽക്കുന്നത്. പിന്നെ കുറച്ച് കളിപ്പാട്ടത്തിൻ്റെ ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി. ലക്കിക്കാന്നേ ഇവിടെ അങ്ങ് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ആന്നേ ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമില്ലേ. അവിടെ ആന്നേ വലിയ സ്ഥലമൊന്നുമില്ല. കളിക്കണമെങ്കിൽ പുറത്തിറങ്ങി പോകണം. ഇതിപ്പോൾ മുറ്റത്ത് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവന്. ഇപ്പോൾ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു മരത്തിൻ്റെ മുകളിലൊക്കെ കേട്ടോ ആളെപ്പോഴും കയറിയിരിക്കുന്നത്. മിക്ക സമയം അവൻ റംബൂട്ടാൻ്റെ മണ്ടയിൽ തന്നെയാണ്. ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട് കേട്ടോ തിരിച്ചങ്ങോട്ട് പോകണ്ടെന്ന്, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങ് വരാമെന്ന്. ഇവിടെ അന്നേ അവൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയത്തില്ല കേട്ടോ. ഫോൺ എടുത്താലോ അതിൽ കാർട്ടൂൺ കണ്ടാലോ ഗെയിം കളിച്ചാലോ ആരും ഒന്നും പറയത്തില്ല. എപ്പോഴും അമ്മയുടെ ഫോണും കണ്ട് തന്നെ ആളുടെ നടപ്പ്. ഇപ്പം ബുക്കൊക്കെ എടുത്തിട്ട് കുറേ നാളായി. അക്ഷരങ്ങളൊക്കെ മറന്നു എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു ബഹളമായിരിക്കും സ്കൂളിൽ പോകുന്ന സമയത്ത്. കൊണ്ടുവന്ന ബുക്കൊക്കെ അവൻ്റെ അതേപോലെ ഇരിക്കുക. ഒരു ദിവസം ബുക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവന് വിശക്കുന്നെന്നും പറഞ്ഞ് ഓടിയതാ. പിന്നെ ഇതുവരെ ബുക്കും കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. ഈ വഴുതന കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനാന്നേ ഒരെണ്ണത്തിന് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞങ്ങൾ വന്നിട്ട് തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇത് പിച്ചുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിറയെ കാളുണ്ടാവുന്നുണ്ട്. വീട്ടിൽ ഇതുപോലെ പിടിച്ചതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റും കേട്ടോ ഇതിന്. ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന ദിവസം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം അങ്ങ് കട്ട് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ നിർത്തിയിരിക്കത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇതിൻ്റെ അടുത്തോട്ട് വരത്തുള്ളൂ. അപ്പോഴാന്നേ എല്ലാം മുറ്റിപ്പോവും കേട്ടോ. എനിക്കാന്നേ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വിളവെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ റംബൂട്ടാനിൽ നിറയെ കാള് കിടക്കുന്നു. പക്ഷേ അതിലൊരു കാ പോലും പഴുത്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടേ അതൊന്ന് പഴുത്ത് കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു സമയത്ത് വഴുതനയുടെ ബഹളമായിരുന്നു. ഈ വെണ്ടയൊക്കെ നിൽക്കുന്നില്ല, ഇവിടെ എല്ലാം വഴുതനയായിരുന്നു. ഒരു 7-8 മൂടുണ്ടായിരുന്നു കേട്ടോ. ഏതാ ഇനമൊന്നും അറിയത്തില്ല, പക്ഷേ നിറയെ കാകളായിരുന്നു. അവസാനം ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. ആർക്കും വേണ്ടാതായി. ഇവിടെ അടുത്തുള്ള നാട്ടുകാർക്ക് പോലും അത് വേണ്ടാതായിപ്പോയി. പിന്നെ അവസാനം അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ 3 പേരുമായി ഈ പ്ലാവിലെ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ചക്കകൾ. ഇതിലെ ചക്ക വരിക്കുകയെന്നോ കൂഴിയാന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, അത് മാള് കൊണ്ടുപോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ. ഇനിയിപ്പോൾ ഇത് പഴുത്തിട്ട് വേണം നോക്കാൻ. ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചു കഴിഞ്ഞാൽ അപ്പം ലക്കി മുറ്റത്തിറങ്ങും കേട്ടോ മഴയത്ത് കുളിക്കാൻ. ഇപ്പം അവൻ്റെ സ്ഥിരം പണിയായത്. ഇപ്പം മിക്ക സമയവും പേപ്പറും കൊണ്ട് എൻ്റെ പിറകെ നടപ്പാ പണി, അവന് ബോട്ടുണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ കുറേ ബോട്ടുകളുണ്ടാക്കി അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതും കൊണ്ട് പുറത്തിറങ്ങും. ഈ നിൽക്കുന്നത് ലിച്ചി. ഇത് വെച്ചിട്ട് തന്നെ ഒരു 5-6 വർഷമായി കേട്ടോ. ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല. അവനീ വീഴ്ച നല്ല വേദനിച്ചിട്ടുണ്ട്. തലയിടിച്ചിട്ടല്ലേ വീണത്. ഞങ്ങൾ ആരെങ്കിലും മഴയത്ത് നിന്ന് കയറാൻ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചിരിച്ച് കാണിക്കുന്നത്. കുഞ്ഞായോണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പം ഈ സ്ഥാനത്ത് വലിയവരാരെങ്കിലും ആണെങ്കിൽ ഇപ്പം പറയുകയും വേണ്ട, തലയിടിച്ചല്ലേ വീണത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.